ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വീതം വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി വേണ്ടത് ബീട്രൂട്ടാണ്. ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതിവിടെ എല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായി ഞാൻ ഇതുപോലുള്ള അരിയൊക്കെ വാർത്ത് വയ്ക്കുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഹോൾസുള്ള നമ്മൾ പലഹാരമെല്ലാം പൊരിക്കുന്ന സ്പൂൺ എടുത്താലും മതിയാകും. അതിൽ നമുക്ക് ഓരോ ഉരുളകളായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് റോളർ വെച്ച് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇതിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലൊരു അടപ്പ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാലൻസുള്ള മാവ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മറച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സ് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ഭംഗിയും കാണും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂരിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം.